ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് വീക്ക്ലി റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ജാനുവരി 15 മുതൽ 21 വരെയുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് വീഡിയോ വന്നിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ബേസിസിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടോ, ഇനിയും കൂടുതലായിട്ട് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഓക്കെ, നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ 3 പൈൽസാണ് സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ ബേസിസിലാണ് നിങ്ങൾ ഈ ഒരു പ്രാവശ്യം പൈൽ സെലക്ട് ചെയ്ത് റീഡിംഗ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പൈൽ സെലക്ട് ചെയ്യാം. താങ്ക് യു. ഇവിടെ വന്നിട്ട് ലവേഴ്സ്, ഫൂൾ, മ്യൂസ് ഓഫ് ഇമോഷൻ, അതായത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് നിങ്ങളുടെ ഓപ്ഷൻസ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു പൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ദ ഫൂൾ ആണ്. ഓക്കെ, കാർഡ്സ് എടുത്തിട്ട് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1. താങ്ക് യു. Ace of Swords, 7 of Cups, 4 of Swords, Queen of Pentacles. ഓക്കെ, ബാക്കിൽ വന്നിട്ട് എംപറർ ആണ് വന്നേക്കുന്നത്. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് സോഡ്സ് വന്നിട്ട് ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ഒത്തിരി ബ്രേക്ക് ത്രൂസ് അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേര് പുതിയ കോഴ്സ് ജോയിൻ ചെയ്യുന്നതായിരിക്കാം, പുതിയ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കാം, ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. കുറച്ച് പേർക്കിത് എന്തെങ്കിലുമൊക്കെ അവെയർനെസ് നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു വീക്കിൽ കടന്നു വരുന്നുണ്ടാകാം. അതായത് നിങ്ങൾ കുറേ നാളായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യത്തിനുള്ള ആൻസർ, വിസ്ഡം, ഓക്കെ, അറിവ്, അത് നിങ്ങളുടെ ഉള്ളിലോട്ട് കടന്നു വരുന്നതായിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ത്രൂ നിങ്ങൾക്ക് ആ ഒരു ആൻസർ ഈ ഒരു വീക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ മഹാലക്ഷ്മിയുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ വിദ്യ, അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ഓക്കെ, അങ്ങനെ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഒത്തിരി പോസിറ്റീവായിട്ടുള്ളൊരു സമയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട്, ബുദ്ധിശക്തി അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ, ബേസിക്കലി നിങ്ങളുടെ കഴിവുകൾ യൂസ് ചെയ്തിട്ട് ഒത്തിരി എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റത്തിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു യാത്ര നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, ഒത്തിരി അവസരങ്ങൾ, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും ഈ ഒരു വീക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് പേര് മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ടാകാം. ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കാനായിട്ട് കുറച്ച് പേര് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഒത്തിരി നാളായിട്ട് മാറ്റിവെച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീക്ക് നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതെല്ലാം കുറച്ച് പേർക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. കുറച്ച് പേര് നിങ്ങൾ മനസ്സ് വെച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുതരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അസെൻഷൻ, അതായത് ഒരു ഉയർച്ച ഈ ഒരു വീക്ക് പോസിബിൾ ആകുന്നതാണ്. ഇവിടെ എംപററും വന്നിട്ടുണ്ട്. എംപററും വന്നിട്ട് ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്.
അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കുറച്ചും കൂടെ ബോൾഡായിട്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് നിങ്ങൾ യുണീക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ മറ്റുള്ളവർ ചെയ്യാനായിട്ട് പേടിച്ച് നിൽക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ബോൾഡായിട്ട് കറേജസ് ആയിട്ട് എടുത്തു ചെയ്യാനായിട്ടും കുറച്ച് പേര് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് എനിക്ക് നിങ്ങളുടെ പഴയ ചിന്താരീതികൾ, പഴയ ബിലീഫ് സിസ്റ്റം, ഇത് നിങ്ങളുടെ ആയിരിക്കാം, നിങ്ങളുടെ സൊസൈറ്റിയിൽ നിന്നിട്ടുള്ള നിങ്ങൾ ലേൺ ചെയ്ത കാര്യങ്ങളായിരിക്കാം, അതെല്ലാം ബ്രേക്ക് ചെയ്യാനായിട്ടും കുറച്ച് പേര് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ 4 of Swords ആൻഡ് Queen of Pentacles ആണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ വിഷൻസ് ഉണ്ടാകുന്നുണ്ടാകാം, പല കാര്യങ്ങളെക്കുറിച്ചിട്ടും ചിന്തിക്കുന്നുണ്ടാകാം, പക്ഷെ അത് ഫിസിക്കൽ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാനായിട്ട് കുറച്ച് പേര് ഈ ഒരു വീക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് പേർക്ക് ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജി ആയിരിക്കാം. നിങ്ങൾ മനസ്സിൽ ഒത്തിരി കാൽക്കുലേഷൻ നടത്തുന്നുണ്ടാകാം. ചിലപ്പോൾ അത് കുറച്ച് പേർക്ക് ഒരു എന്താ പറയുക, ഒത്തിരി മെൻ്റലി ഒത്തിരി ബിസി ആയിട്ടിരിക്കുന്ന ഒരു വീക്കുമാകാം. ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുക, ചിന്തിക്കുക. ഓക്കെ, കുറച്ച് മെൻ്റലി കുറച്ചൊരു ബിസി ആയിട്ടിരിക്കുന്ന ഒരു വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഐസിന്, നിങ്ങളുടെ കണ്ണുകൾക്ക് ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ കൂടുതൽ സമയം സോഷ്യൽ മീഡിയ, ഫോണ്, ചാറ്റിങ് അല്ലെങ്കിൽ TV ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ കുറച്ച് ബിസി ആകുന്നതായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ കണ്ണുകൾക്ക് ഒത്തിരി സ്ട്രെയിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നിങ്ങൾ കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചും കൂടെ ഡിസിപ്ലിൻഡായിട്ട് ഒരു ഓർഡറായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മിസ്പ്ലേസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒരു കാര്യമായിരിക്കാം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, പക്ഷെ അത് എന്തെങ്കിലുമൊക്കെ മീനിങ് മാറിപ്പോവുക. ഓക്കെ, നിങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യം ചേഞ്ചായി പോവുക. ആ സിറ്റുവേഷനെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ കുറച്ച് ബാലൻസ്ഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേരോട് നിങ്ങളുടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് മണി ഫിനാൻസും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ചിലപ്പോൾ കുറച്ച് ഒരു സ്ട്രഗിള് നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലും നിങ്ങൾക്ക് ചിലപ്പോൾ നേരിടേണ്ടി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ടിട്ട് അത് കുറച്ചും കൂടെ കൈകാര്യം ചെയ്യുന്നത് കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ആർക്കാണ് നിങ്ങൾ മണി കൊടുക്കുന്നത്, ഓവർ സ്പെൻഡിങ് എനർജി, ഓക്കെ, അതൊക്കെ കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ടും ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയർ ഫീൽഡിലായിരിക്കാം, ബോസ്, മാനേജർ, ഒരു സ്ട്രോങ് ഫെമിനിൻ എനർജി. കുറച്ച് പേർക്ക് ഇത് പേഴ്സണൽ ലൈഫിലുമാകാം. അവരിൽ നിന്നിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ, അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നിങ്ങൾ ഒത്തിരി പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക. കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. പയൽ നമ്പർ 1. ഇവിടെ വന്നിട്ട് എംപതി. ഐ ആം ഓപ്പൺ ടു സീയിങ് ബോത്ത് സൈഡ്സ് ഓഫ് എ സിറ്റുവേഷൻ. ബാലൻസ്. I bring a state of perfect harmony into my world and I do so without judgment. ഓക്കെ, ഇവിടെ നിങ്ങളോട് ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു വീക്ക് പറയുന്നത്. ഓവർ ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയിലോട്ട് പോകാതിരിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം, നിങ്ങളുടെ സൊസൈറ്റീനെ കുറിച്ചിട്ടായിരിക്കാം, ഓക്കെ, മറ്റുള്ളവരെ കുറിച്ചിട്ടായിരിക്കാം. അപ്പോൾ അവിടെ ഓവറായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് എനർജിയിലോട്ട് പോകാതിരിക്കുക. അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹാർമണി, പീസ് അതെല്ലാം കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ അതിന് പകരമായിട്ട് ഇവിടെ നിങ്ങളോട് എംപത്തി ചൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഐ ആം ഓപ്പൺ ടു സീയിങ് ബോത്ത് സൈഡ്സ് ഓഫ് എ സിറ്റുവേഷൻ. ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ റീസൺസ് ഉണ്ടാകും, ഓരോ റീസൺ ഉണ്ടാകും ഓരോ വ്യക്തികൾ ഓരോ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ നിങ്ങൾ ഒരു എംപത്തിയുടെ സൈഡിൽ നിന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താങ്ക് യു.
അപ്പോൾ നിങ്ങൾക്ക് അഫർമേഷൻ എഴുതണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു അഫർമേഷൻ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഐ ആം ഓപ്പൺ ടു സീയിങ് ബോത്ത് സൈഡ്സ് ഓഫ് എ സിറ്റുവേഷൻ. ഐ ബ്രിങ് എ സ്റ്റേറ്റ് ഓഫ് പെർഫെക്റ്റ് ഹാർമണി ഇൻ ടു മൈ വേൾഡ് ആൻഡ് ഐ ഡു വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്. ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ഞാൻ എല്ലാം നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ സിറ്റുവേഷൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വീക്ക് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലെ എമ്പത്തി, സ്നേഹം, കാരുണ്യം, ഓക്കെ, അത് നിങ്ങൾ കുറച്ചും കൂടെ എംബ്രേസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട് ഈ ഒരു വീക്കിൽ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1, Earth Angel. Thank you angels for inspiring me to be more like you. Earth Angels വന്നിട്ട് എന്താ പറയുക, ഭൂമിയിലെ മാലാഖമാരാണ്. അവർ സ്പെഷ്യലായിട്ടുള്ള മിഷനായിട്ടാണ് ഭൂമിയിൽ ജനിക്കുന്നത്. അവർ കൂടുതലും ഹ്യൂമാനിറ്റേറിയൻ വർക്ക്, അതായത് ഇവിടെ നമുക്ക് ഭൂമി, ഓക്കെ, നമ്മളുടെ എർത്തിന് വേണ്ടിയിട്ട്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പല നന്മകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളും ഒരു എർത്ത് ഏഞ്ചലായിരിക്കാം, നിങ്ങൾക്കും ഒരു സ്പെഷ്യലായിട്ടുള്ള മിഷൻ ഉണ്ടാകാം. അപ്പോൾ അത് കുറേ കൂടെ നിങ്ങൾ എംബ്രേസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഹ്യൂമാനിറ്റേറിയൻ വർക്ക്, കുറച്ചും കൂടെ എമ്പത്തിയുടെ എനർജി, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹം, കാരുണ്യം, അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ എംബ്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ഏതെങ്കിലും ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എർത്ത് ഏഞ്ചൽ എനർജിയുള്ള ഒരു വ്യക്തിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, അത് ചിലപ്പോൾ ഒത്തിരി ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏഞ്ചൽ വന്നിട്ട് എർത്തിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീക്ക് സംഭവിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ അതിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ എർത്തിൻ്റെ വൈബ്രേഷൻ കൂടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. താങ്ക് യു. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഫൈനൽ മെസ്സേജ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1, ഇറ്റ്സ് അപ്പ് ടു യു. ഇറ്റ്സ് അപ്പ് ടു യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ് ഈ ഒരു വീക്ക് എല്ലാ ഡിസിഷൻസും, എല്ലാ തീരുമാനങ്ങളും ഇരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരെയും ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത്, നിങ്ങളുടെ ഡിവൈൻ ഗൈഡൻസ് എന്താണ് പറയുന്നത്, അതുപോലെ തന്നെ ജസ്റ്റിസിൻ്റെ എനർജി, നിങ്ങളുടെ മനസ്സിലെ ആ ഒരു നീതിബോധം നിങ്ങളോട് എന്താണ് പറയുന്നത്, അതായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് അപ്പ് ടു യു. നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് പൈൽ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് നമ്പർ 6, ദ ലവേഴ്സ്. ഓക്കെ, കാർഡ്സ് എടുത്തിട്ട് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2, താങ്ക് യു. Seven of Swords, 6 of Cups, 7 of Pentacles and 7 of Cups. നിങ്ങൾക്ക് 3 7 വന്നിട്ടുണ്ട്. 777. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് സ്ട്രോങ് ആയിട്ടുള്ള സ്പിരിച്വൽ സപ്പോർട്ട് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ടീം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വാർണിംഗ് തരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. എന്തെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനോട് നോ പറയാനായിട്ട്, അതിൽ നിന്ന് എന്താ പറയുക, പിന്മാറാനായിട്ട് കുറച്ച് പേരോട് ഈ ഒരു വീക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ടീം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സൈൻസ് നൽകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം.
ബാക്കിൽ വന്നിട്ട് ദ വീലാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. എഗെയിൻ ഇവിടെ ഫുൾ മൂണിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു എനർജി ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു ട്രൂത്ത്, ഒരു സത്യം നിങ്ങൾ ഈ ഒരു വീക്ക് ഡിസ്കവർ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ, ഇത് പാർട്ട്ണർഷിപ്പിലായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലായിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിൽ മെയിനായിട്ട് ലവ് റിലേഷൻഷിപ്പ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് നിങ്ങൾ സ്റ്റെപ്സ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലോട്ട് എഗെയിൻ വന്നിട്ട് 6 ഓഫ് കപ്സ് വന്നിട്ട് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളായിരിക്കാം, പാസ്റ്റിൽ നടന്ന സംഭവങ്ങളായിരിക്കാം. അത് ചിലപ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടാകാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ പ്രത്യേകം കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു കാർമിക് സിറ്റുവേഷൻ, ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതും കുറച്ചും കൂടെ കെയർഫുള്ളാകുക. എന്തെങ്കിലും ആവശ്യമില്ലാത്ത എനർജീസ് നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്, ഇത് കുറച്ച് പേർക്ക് പാസ്റ്റ് മെമ്മറീസ് ആയിരിക്കാം. ലവ് റിലേഷൻഷിപ്പിൽ നടന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് വിട്ട് കളയാൻ പറ്റാത്ത എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം. അത് കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 7 ഓഫ് കപ്സ് വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ ഉള്ള സ്ട്രഗിൾ, ഒരു ബ്ലോക്കേജ് ആണ് കാണിക്കുന്നത്. അതായത് കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് പേഷ്യൻസിൻ്റെ കുറവുണ്ടാകാം. ചിലപ്പോൾ എടുത്തു ചാടി പെട്ടെന്നൊരു ഇൻസ്പിറേഷൻ വരുന്നുണ്ടാകാം, പെട്ടെന്നൊരു ആവേശത്തിൽ നിങ്ങൾ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് കൊണ്ടു തരുന്നുണ്ടാകാം. അത് കുറച്ചും കൂടെ കെയർഫുള്ളാകുക, കുറച്ചും കൂടെ സമാധാനപരമായിട്ട് നിങ്ങൾ ആലോചിച്ച് സമയമെടുത്തിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ചോയ്സസ് നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ ഡിസിഷൻ, തീരുമാനം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഇമോഷൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് ആയിക്കോട്ടെ, അവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അതുപോലെ തന്നെ വൈബ്സ്, നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇൻറ്റ്യൂട്ടീവ് ഗൈഡൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് വന്നിട്ട് ഇവിടെ ഒത്തിരി പേരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടാകാം, ഒത്തിരി പേരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ എനർജി നിങ്ങൾ കറക്റ്റായിട്ട് വൈസായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരുടെ കൂടെയാണ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, അത് കുറച്ചുകൂടെ കെയർഫുള്ളാകാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ പറയുന്നത് പാസ്റ്റ് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പാസ്റ്റിൽ നടന്ന സംഭവങ്ങൾ എന്തുമായിക്കോട്ടെ, അത് കുറേയൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് അതിൻ്റെ ലെസൺസ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2, ബ്ലെയിം. ഐ അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ മൈ വെൽബീയിങ്. നിങ്ങളുടെ അഫർമേഷൻസ് ആണ്. ഇമാജിനേഷൻ. ഐ എംബ്രേസ് ആൻഡ് നറിഷ് ദ ക്രിയേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് മൈ മൈൻഡ്. ഇവിടെ നിങ്ങളുടെ മൈൻഡ് കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇമാജിനേഷൻ, നമ്മളുടെ ലൈഫിൽ പലപ്പോഴും എന്താ പറയുക, നമ്മളുടെ ഇമാജിനേഷൻ കൊണ്ടിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറി കൊണ്ടിട്ട് നമ്മൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേർക്കിത് പാസ്റ്റിൽ നടന്ന സംഭവങ്ങളായിരിക്കും. അത് പിന്നെയും റിവൈൻഡ് ചെയ്ത് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പിന്നെയും ആ ഒരു പാസ്റ്റ് എനർജി, ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിങ്ങൾ പിന്നെയും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇമാജിനേഷൻ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഭാവന, അത് എത്രയും ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമോ ആ ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ വന്നിട്ട് ബ്ലെയിമാണ്, കുറ്റപ്പെടുത്തുക. ഐ അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ മൈ വെൽബീയിങ്. നിങ്ങളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ബ്ലെയിം ഗെയിമിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, ആ ഒരു എനർജിയിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം.
താങ്ക് യു. ഓക്കെ, ന്യൂ ബിഗിനിങ്, ബ്യൂട്ടിഫുൾ. താങ്ക് യു ഏഞ്ചൽസ് ഫോർ ഓപ്പണിംഗ് അപ്പ് ദ ഡോർസ് ടു ചേഞ്ച്. ഐ ആം റെഡി. ഓക്കെ, ഇത് വന്നിട്ട് ഈ ഒരു കാർഡിലാണ് ഇങ്ങനെ വീണത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്നിട്ട് ഓവർകം ചെയ്യാനായിട്ട് കുറച്ച് പേർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ, മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങളിവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, പവർഫുള്ളായിട്ടുള്ള ഒരു ചേഞ്ച് എനിക്ക് ഈ ഒരു വീക്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഈ ഒരു പാസ്റ്റ് എനർജിയിൽ നിന്നിട്ട് എന്താ പറയുക, ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ ലൈഫിൽ ഇവിടെ ന്യൂ ബിഗിനിങ്സ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ഒരു പുതിയൊരു വ്യക്തി, ഒരു എനർജി കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് പേർക്ക് 3D റിയാലിറ്റിയിലായിരിക്കാം, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ സ്പിരിച്വൽ ടീമിൽ നിന്നിട്ടായിരിക്കാം. പുതിയൊരു സ്പിരിറ്റ് ഗൈഡ് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഈ ഒരു വീക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നുണ്ടാകാം, ഈ ഒരു എനർജിയിൽ നിന്നിട്ട് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ. കുറച്ച് പേർക്ക് ഇവിടെ ന്യൂ ഓപ്പർച്യൂണിറ്റി, പുതിയൊരു അവസരവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടെന്ന് വെച്ചിട്ട് നോ പറഞ്ഞിട്ട് ഒരു പുതിയ ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നതായിട്ടും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. പയൽ നമ്പർ 2. റിമെയിൻ പോസിറ്റീവ്. ഈ ഒരു വീക്ക് നിങ്ങളോട് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അത് കുറേ കൂടെ നിങ്ങൾ എംബ്രേസ് ചെയ്യാനായിട്ട്, അത് കുറച്ചും കൂടെ നറിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, എന്തെല്ലാം ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളുണ്ട്, അത് കുറേ കൂടെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പോളിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്കിൽ. കുറച്ച് പേർക്ക് ഇവിടെ ചക്ര മെഡിറ്റേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സ്, നിങ്ങളുടെ പരിസരം, നിങ്ങളുടെ വീട്, നിങ്ങളിരുന്ന് വർക്ക് ചെയ്യുന്ന സ്പേസ്, അവിടെയെല്ലാം കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് മാറ്റാനായിട്ടും ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ക്ലട്ടർ ഉണ്ട്, യൂസ് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതും നിങ്ങളെ ഈ ഒരു വീക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. പൈൽ നമ്പർ 3. താങ്ക് യു. ഇവിടെ വന്നിട്ട് ഹാങ്ഡ് മാൻ, the wheel, knight of inspiration, ഇവിടെ വന്നിട്ട് 9 of wandsൻ്റെ എനർജി. ഓക്കെ, ബാക്കിൽ വന്നിട്ട് കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു വീക്ക് എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള എനർജീസാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് കിങ് ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്, കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ മാസ്കുലിൻ എനർജി കുറച്ചും കൂടെ ഈ ഒരു വീക്ക് ഫോക്കസിൽ വരുന്നുണ്ടാകാം. ഈ എനർജിയുള്ള ആൾക്കാർ ഈ ഒരു വീക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിലോട്ട് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജി ആയിരിക്കാം, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കാം. ഈ ഒരു വീക്കിൽ വന്നിട്ട് ചിലപ്പോൾ ഈ ഒരു നൈറ്റ് ഓഫ് വാൻഡ്സിൽ വന്നേക്കുന്ന പോലെ എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ വിചാരിക്കാത്ത എന്തെങ്കിലും ഒരു സ്ട്രഗിള്, എന്തെങ്കിലും ഒരു ചാലഞ്ച് ചിലപ്പോൾ കുറച്ച് പേർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ പേടിക്കാതിരിക്കുക, നിങ്ങളത് ധൈര്യമായിട്ട് അത് നേരിടാനായിട്ട് ഇവിടെ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പോസിബിൾ ആകുന്നതാണ്. ചിലപ്പോൾ ഫസ്റ്റ് കുറച്ചൊന്ന് നിങ്ങളൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ട്രാവൽ പ്ലാൻസ് കുറച്ച് പേർക്ക് മാറ്റി വെക്കേണ്ടി വരുന്നുണ്ടാകാം, ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. ഓക്കെ, അതും കുറച്ച് പേർക്ക് ഇവിടെ ഒരു ചാലഞ്ചായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹാങ്ഡ് മാനിൽ വന്നിട്ട്
ഒരു അവേക്കനിങ് സ്റ്റേജിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തേർഡ് ഐ ചക്ര കാണാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അവെയർനെസ്, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ സത്യം. ഓക്കെ, അത് ഈ ഒരു വീക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ ഒരു വീക്ക് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് സാധിക്കുന്നതാണ്. അത് വന്നിട്ട് ഇവിടെ പുതിയ ഡോർസ്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട് തന്നെയുള്ള കാഴ്ചപ്പാടുകളിൽ ഒത്തിരി മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓൾറെഡി നിങ്ങൾ ആ ഒരു സ്റ്റേജിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് വന്നിട്ട് ഇവിടെ കിങ് ഓഫ് കപ്സിൽ വന്നിട്ട് ഒത്തിരി ഇമോഷണൽ സപ്പോർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിററിങ് എനർജിയും. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന എനർജി കുറച്ച് പേർക്ക് റിട്ടേൺ ആയിട്ടും വരുന്നുണ്ടാകാം. അപ്പോൾ ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പ് എനിക്കിവിടെ ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈക്വലായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, ഈക്വലായിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ ഈക്വലായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർ ഇവിടെ എഗെയിൻ ഫാമിലി ട്രിപ്പ് എനിക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർ ഇവിടെ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, നിങ്ങളുടെ പ്ലേസ് ചേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പാരൻസിനെ വിസിറ്റ് ചെയ്യാനായിട്ട്, ഗ്രാൻഡ് പാരൻസിനെ വിസിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർ ഇവിടെ പ്ലാനിങ് ഇടുന്നതായിട്ടും എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഗെയിൻ ഹെൽത്തി ചോയ്സസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ചൂസ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങളുടെ ഈ ഒരു അവെയർനെസ്, പുതിയതായിട്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, പുതിയതായിട്ട് വന്ന മാറ്റങ്ങൾ, അത് കുറച്ച് പേര് എന്താ പറയുക പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്നതായിട്ടും, എങ്ങനെ എൻ്റെ ലൈഫ് പോസിറ്റീവായിട്ട് മാറ്റാം, എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാം, അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും എനിക്ക് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്താ പറയുക ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. കുറച്ച് പേർക്ക് പാരൻസിൻ്റെ കൂടെ ആയിരിക്കാം, ഫ്രണ്ട്സിൻ്റെ കൂടെ. ഓക്കെ, ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ സങ്കടപ്പെടുക, അങ്ങനെ ഒരു ഇമോഷണൽ കൺട്രോൾ ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കെയർഫുൾ ആകുക. കുറച്ച് പേരോട്ട് നിങ്ങളുടെ കോൺഫിഡൻസിൽ വർക്ക് ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ കാൽമുട്ടുകൾ, അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗങ്ങൾ കുറച്ചും കൂടെ കെയർഫുൾ ആകുക. പെട്ടെന്ന് ഓടണ സമയത്ത്, ഓക്കെ, നടക്കുന്ന സമയത്തൊക്കെ കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ടും ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. കുറച്ച് പേരോട് ഈ ഒരു വീക്ക് നിങ്ങളുടെ ഗാഡ്ജറ്റ്സ്, നിങ്ങളുടെ കുറച്ച് പേർക്ക് ഇൻ്റർനെറ്റ് ആയിരിക്കാം, അതെല്ലാം കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഫയൽ നമ്പർ 3. ഫ്രണ്ട്ഷിപ്പ്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ ഫ്രണ്ട് ഈസ് ഇൻ മൈ ലൈഫ് ഫോർ എ റീസൺ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു വീക്ക് കുറച്ചും കൂടെ ഫോക്കസിൽ വരുന്നുണ്ട്. അത് നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട്, അത് എംബ്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യവും വരുന്നുണ്ടാകാം ഈ ഒരു വീക്കിൽ. കുറേ നാളായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മുറിഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾഡ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട്, അവരായിട്ട് കുറച്ച് എന്താ പറയുക സംസാരിക്കാനായിട്ട്, ആ ഒരു എനർജി എല്ലാം ചൂസ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് കോൾ ചെയ്യുന്നുണ്ടാകാം, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ചോദിക്കുന്നുണ്ടാകാം. ഓക്കെ, താങ്ക് യു. ഗ്രോത്ത്. ഐ വോണ്ട് ടു എക്സ്പാൻഡ് മൈ കോൺഷ്യസ്നെസ് ആൻഡ് മൈ അവെയർനെസ്. ഈ ഒരു വീക്ക് നിങ്ങളുടെ ഗ്രോത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, നിങ്ങളെ ഒരു സ്റ്റക്ക് എനർജിയിൽ നിർത്തുന്ന കാര്യങ്ങളോട് നോ പറയാനായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ഡൗട്ടായിരിക്കാം, നിങ്ങളെ ഡൗട്ട് ചെയ്യുന്ന എനർജി ആയിരിക്കാം. അത് ചിലപ്പോൾ മുന്നോട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഒരു സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അതൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്താ പറയുക അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, സത്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക.
കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ചിലപ്പോൾ എല്ലാ ആൻസേഴ്സും അറിയാത്ത കൊണ്ടിട്ടും കുറച്ച് പേര് ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടാകാം. മുന്നോട്ട് ഇനി എന്താണ്, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ബ്ലോക്കേജ് ഉണ്ടാകും, എന്തെല്ലാം തീരുമാനങ്ങളാണ് ഞാൻ എടുക്കേണ്ടത്, അത് ആ ആൻസേഴ്സ് അറിയാത്ത കൊണ്ടിട്ടും കുറച്ച് പേരിവിടെ ഒരു സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് ഗ്രോത്ത്, വളർച്ച ചൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളുടെയും ആ സിറ്റുവേഷൻ്റെ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളുടെയും നിങ്ങൾ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്പിരിച്വൽ റീസൺ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ലെസൺസ് കുറേ കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് കുറേ കൂടെ എക്സ്പാൻഷൻ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേരോട് നിങ്ങളുടേതായ ചോയ്സസ് എടുക്കാനായിട്ട്, നിങ്ങളുടേതായ തീരുമാനങ്ങൾ എടുക്കാനായിട്ടും പറയുന്നുണ്ട്. മറ്റുള്ളവർ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് സത്യമായിട്ട് കരുതാതിരിക്കുക. നിങ്ങളുടെ കോൺഷ്യസ്നെസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ സ്വയമായിട്ട് അറിവ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എഗെയിൻ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേര് ഇവിടെ അവേക്കനിങ് സ്റ്റേജിലായിരിക്കും ഇരിക്കുന്നുണ്ടാകുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ എന്താ പറയുക, അറിവ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. സോറി, ഈ കാർഡ് എടുക്കാം. താങ്ക് യു. ഓക്കെ, ഇവിടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഹോണർ യുവർ ഫീലിങ്സ്, ആർക്കേഞ്ചൽ ഹാനിയൽ. താങ്ക് യു ഹാനിയൽ ഫോർ സപ്പോർട്ടിങ് മീ ആസ് ഐ ഹോണർ മൈ ഇമോഷൻസ്. ഓക്കെ, ഇവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ആർക്കേഞ്ചൽ ഹാനിയൽ നിങ്ങളുടെ ഇമോഷണലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട്, സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങളുടെ 2 ക്യാൻഡിൽസും കെട്ടുപോയി. അപ്പോൾ ഞാനൊന്ന് ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്യാൻഡിൽ ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റക്ക് എനർജി, എന്തെങ്കിലും ഒരു വിഷമം, അതെല്ലാം നീക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സംഭവിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഹോണർ യുവർ ഫീലിങ്സ്, ആർക്കേഞ്ചൽ ഹാനിയലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇത് മൂണിൻ്റെ എനർജിയിൽ വർക്ക് ചെയ്യുന്ന ആർക്കേഞ്ചലാണ്. മെയിനായിട്ട് നിങ്ങളുടെ ഇമോഷൻസ്, ഫീലിങ്സ്, ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ഗൈഡൻസ്, അതുപോലെ തന്നെ മദറിൻ്റെ എനർജി, നർച്ചറിങ് ആയിട്ടുള്ള എനർജി, അമ്മയുടെ എനർജി. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഓവറോൾ നിങ്ങൾക്ക് ഒരു ഗുഡ് ഫീലിംഗ് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ഇവിടെ നിങ്ങളെ ഒത്തിരി ആർക്കേഞ്ചൽ ഹാനിയൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു വീക്ക് കുറേ കൂടെ നിങ്ങളുടെ ഇമോഷൻസായിട്ട്, നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കുറേ പേര് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ ഹാനിയൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ത്രൂ, നിങ്ങളുടെ ഇമോഷൻസ് ത്രൂ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് നൽകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ കുറേ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് ഇമോഷണലി ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, എന്ത് മെസ്സേജസ് ആണ് കിട്ടുന്നത്, അത് നിങ്ങൾ കുറേ കൂടെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇന്നർ വോയിസ് കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ടാണ് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നത്. അതിൽ എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് കേൾക്കാനായിട്ടുള്ള ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് വെക്കുന്നതായിട്ട്, ഇമോഷണലി ഒത്തിരി നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ്, ഇവിടെ ഫ്രണ്ട്ഷിപ്പ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, ഫൈനൽ മെസ്സേജ് നോക്കാം. താങ്ക് യു. പയൽ നമ്പർ 3. താങ്ക് യു. ഇവിടെ വന്നിട്ട് കോംപ്രമൈസ് ആണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് എന്തെങ്കിലുമൊക്കെ ഒരു റീകൺസിലിയേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോംപ്രമൈസിൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയിട്ട് പാസ്റ്റിലുണ്ടായിരിക്കുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടെടുക്കാനായിട്ട്, ആ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ ബാലൻസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് അവസരങ്ങൾ വരുന്നുണ്ടാകാം. അപ്പോൾ ആ സമയത്തെല്ലാം അത് കുറച്ചും കൂടെ എംബ്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രോമിസ് നൽകിയിട്ട് അത് ബ്രേക്കായി പോയിട്ടുണ്ടാകാം. അവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും, ആ എനർജിയിൽ ഫോക്കസ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു വീക്കിൽ പറയുന്നുണ്ട്.
അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റിസിൻ്റെ എനർജി, ഒരു ഇക്വാളിറ്റിയുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തുല്യത, അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രോമിസ് നൽകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സത്യസന്ധമായിട്ട് ഹോണസ്റ്റിയോടുകൂടി നിങ്ങളത് നിറവേറ്റുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കുറച്ചും കൂടെ പ്രൗഡ് ഫീൽ ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, ഏഞ്ചൽസ് നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ഹോണസ്റ്റിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു നന്മ, ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ എംബ്രേസ് ചെയ്യാനായിട്ടും ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.